ഇതിന്റെ പിന്നിലും ചില ചില ഒബ്ജക്റ്റീവ്സ് അവർക്കുണ്ടായിരുന്നു. ഇതൊരു ഒബ്ജക്റ്റീവ്സും ഇല്ല. ഇന്നലെ നമ്മുടെ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പോലും വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ. ഷീ ബ്ലഡി ലൈഡ് ഇൻ ഫ്രണ്ട് ഇൻ ദി അസംബ്ലി. അവർ വന്ന് കള്ളം പറയാണ്. അവരുടെ പേരിൽ അവിശ്വാസ പ്രമേയം ഇന്ന് കൊണ്ടുവരേണ്ടതാണ്. സത്യത്തിൽ ഞാൻ കെ സുധാകരനെ നേരിട്ട് കണ്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി. ഷീ ലൈഡ് ബിഫോർ ദ ഹോൾ സ്റ്റേറ്റ്. എല്ലാവരുടെ മുമ്പിൽ അവർ ഇന്നലെ കള്ളമാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ കേന്ദ്രം ഇതുവരെ ഒരു പൈസ തന്നില്ല. നിമിഷങ്ങൾക്കൊക്കെ അതിന് റാറ്റിഫിക്കേഷൻ വന്നില്ലേ? ഷീ ഷുഡ് ലെറ്റ് റിസൈൻ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇങ്ങനെയുള്ള ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആളുകൾ. ആ സമരം കഴിഞ്ഞ് അതിൻ്റെ ബാക്കപ്സ് ഒന്നും നടന്നിട്ടില്ല ഒരുപാട് സമരങ്ങളിൽ. അതുകൊണ്ടാണ് ആ സമരത്തിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല ചില നമ്മളോടൊപ്പം ജീവിക്കുന്ന ചില ആളുകളൊക്കെ പറയുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളിപ്പം 200 ചില്ലാനം രൂപയ്ക്ക് ലോകത്താര് വർക്ക് ചെയ്യും. എൻ്റെ വീട്ടിൽ ഞാൻ വിളിക്കാറുണ്ട്. ഒന്ന് കുനിഞ്ഞു നിന്നിട്ട് 100 എന്നുള്ള അവന് 1000 രൂപ കൊടുക്കണം. ഒരു മാങ്ങ പറിക്കാൻ എൻ്റെ വീട്ടിൽ 2-3 മാവ് മരമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് പറിക്കാറില്ല. നല്ല മാങ്ങ. പക്ഷെ 1000-1500 രൂപ ആ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് 232 രൂപ കൊടുക്കുന്ന ഒരു ദിവസം അതവർക്ക് 700 രൂപയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് മാസം 21,000 രൂപ കൊടുക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെതിരെ നികൃഷ്ട ജീവികൾ ഇന്ന് പണ്ട് മുഖ്യമന്ത്രി വിളിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അനുയായിപ്പോൾ ഇതിലെന്തോ പൈസ നമുക്ക് അതൊന്നും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത വാക്കുകളാണ്. അതും ഒരു സ്ത്രീകളെ പറ്റി. സ്ത്രീകളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കാറുണ്ട്. ഇവരെ എന്തിനാ ഈ കേരളത്തിലെ ജനങ്ങൾ ഇവരെ ഇതിനകത്ത് ഇരുത്തിയിരിക്കുന്നത്? ഈ സത്യം പറഞ്ഞ ഞാൻ ഇന്നലെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇതെല്ലാം ടി വിയിൽ ഇതെല്ലാം കണ്ടപ്പോൾ. എന്നിട്ട് ഇവിടെ ഉള്ളവന്മാരെല്ലാം ഇവർക്ക് തന്നെ പോയി വോട്ട് ചെയ്യുന്നു. എന്ത് ലോകത്തെവിടെയും നടക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നിങ്ങളുടെ ഒരു പ്രശ്നം മാത്രം എടുത്താൽ മതി. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. വാട്ട് ഐ ആം ആസ്കിങ് യു ഈസ്, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വിരമിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപ വേണം. ആദ്യം 2 ലക്ഷം എന്ന് പറഞ്ഞ് ഇപ്പം 5 ലക്ഷം. നോ. വാട്ട് ഐ ആം ആസ്കിങ് യു ഇസ് ടു ആസ്ക് ഫോർ എ പെൻഷൻ. All are equal before law. എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ് എന്ന് പച്ചയ്ക്ക് വെണ്ണക്കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വീട്ടിൽ താമസിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾക്ക് എന്താ ബാക്കിയുള്ള കൊമ്പുണ്ടോ? ഈ സെക്രട്ടേറിയറ്റിനകത്ത് പൈങ്കിളി കഥ വായിക്കാൻ ഓരോ മന്ത്രിമാരും 30-35 കൂട്ടുകാരന്മാരെയാണ് 2 വർഷം കൂടുമ്പോൾ കൊണ്ടുവന്നിട്ട് അവർക്ക് ലക്ഷങ്ങൾ എണ്ണി കൊടുക്കുന്നതും ജീവിതകാലം മൊത്തം അവർക്ക് പെൻഷൻ കൊടുക്കുന്നതും. നിങ്ങൾ ആരും അറിഞ്ഞ കാണത്തില്ല. ഒരു 6 മാസത്തിന് മുമ്പേ ഞാൻ കെ സുധാകരനോട് പോയി, ഞാൻ പിന്നെ വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തു, ഇവരുടെ